ക്രിസ്മസ് കഴിഞ്ഞ് രണ്ടാം ദിവസം രാവിലെ ഞാൻ ഷെർലക് ഹോംസിനെ ചെന്നു കണ്ടു. അദ്ദേഹം കടും ചുവപ്പുനിറത്തിലുള്ള ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് സോഫയിൽ ചാരിക്കിടന്നിരുന്നു. സോഫയ്ക്കരികെ ഒരു തടി കസേരയിൽ ചാരിയിരിക്കുന്ന ഭാഗത്ത് പഴകി ജീർണിച്ച ഒരു തൊപ്പി തൂക്കിയിട്ടിരുന്നു. പലയിടത്തും പൊട്ടിയടർന്ന് നിറം മങ്ങി ധരിക്കാൻ കൊള്ളാത്തായ ഒരു തൊപ്പി അദ്ദേഹം സൂക്ഷ്മനിരീക്ഷണത്തിന് വിധേയമാക്കുകയായിരുന്നു. ജോലിത്തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ വന്നതു ശല്യമായോ? ഞാൻ ചോദിച്ചു. ഹേയ് ഇല്ല, പരീക്ഷണങ്ങളുടെ ഫലത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു സ്നേഹിതനുള്ളതു സന്തോഷകരമാണ്. ഞാൻ ഒരു ചാരുകസേരയിരുന്ന് നെരിപ്പോടിനു മുകളിൽ കൈകൾ വിടർത്തി ചൂടുപിടിപ്പിച്ചു. പുറത്ത് ശക്തിയായി മഞ്ഞു വീണുകൊണ്ടിരുന്നു. ഈ നിസ്സാര സാധനം ഏതോ ഭീകരസംഭവവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇല്ല, കുറ്റകൃത്യങ്ങളൊന്നുമില്ല. ഹോംസ് ചിരിച്ചു. പോലീസ് കോൺസ്റ്റബിൾ പീറ്റേഴ്സനെ അറിഞ്ഞുകൂടെ? അറിയാം. ഈ വസ്തു അദ്ദേഹത്തിന്റെ വകയാണ്. ഇതയാളുടെ തൊപ്പിയാണോ? അല്ല, അയാൾക്കു കിട്ടിയതാണ്. ഉടമസ്ഥനാരെന്നറിഞ്ഞുകൂടാ? വിശദമായി പറയാം. പീറ്റേഴ്സൺ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്നറിയാമല്ലോ. ക്രിസ്മസ് നാൾ രാവിലെ ഉദ്ദേശം 4 മണിക്ക് അയാൾ അല്പം വിനോദപരിപാടിയും കഴിഞ്ഞ് കോട്ടൺഹാം കോർട്ട് റോഡ് വഴി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോൾ കുറെ മുമ്പിലായി തെരുവുവിളക്കിന്റെ പ്രകാശത്തിൽ ഉയരം കൂടിയ ഒരു മനുഷ്യൻ ഒരു താറാവുമായി ആടിയാടി നടന്നു പോകുന്നത് കണ്ടു. ഗുഡ്ജ് സ്ട്രീറ്റിന്റെ തെരുവിലെത്തിയപ്പോൾ അവിടെ നിന്നിരുന്ന 4-5 തെമ്മാടികളുമായി ഒരു ചെറിയ കശപിശയുണ്ടായി. ഒരുത്തൻ വഴിപോക്കന്റെ തൊപ്പി തട്ടിത്തെറിപ്പിച്ചു. അയാൾ ആത്മരക്ഷാർത്ഥം വടിയോങ്ങിയപ്പോൾ സമീപത്തെ കടയിലെ കണ്ണാടി ജനൽ തകർന്നുപോയി. അയാളെ സഹായിക്കാൻ പീറ്റേഴ്സൺ ഓടിച്ചെന്നു. പക്ഷേ യൂണിഫോറം ധരിച്ച ഒരാൾ നേരെ ഓടിവരുന്നത് കണ്ട് അയാൾ താറാവിനെയും ഉപേക്ഷിച്ച് ഒരിടവഴിയിലൂടെ ഓടിമറഞ്ഞു. പീറ്റേഴ്സനെ കണ്ട് തെമ്മാടികളും ഓടിപ്പോയി. തൊപ്പിയും ക്രിസ്മസ് വാത്തും പീറ്റേഴ്സന് കിട്ടി. അവ ഉടമസ്ഥന് തിരിച്ചേൽപ്പിക്കേണ്ടതാണല്ലോ. എന്റെ ചങ്ങാതി, അതെങ്ങനെ സാധിക്കും? താറാവിന്റെ കാലിൽ മിസ്സിസ് ഹെൻറി ബേക്കർക്ക് എന്നെഴുതിയിരുന്ന ഒരു കാർഡ് കെട്ടിത്തൂക്കിയിരുന്നു എന്നത് ശരി തന്നെ. തൊപ്പിയുടെ ഒരു വശത്ത് എന്ന അക്ഷരങ്ങൾ തുന്നിച്ചേർത്തിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ പട്ടണത്തിൽ ബേക്കർ എന്നു പേരുള്ള 1000 പേരെങ്കിലും കാണും. അവരിലാരാണ് ഉടമസ്ഥനെന്നു എങ്ങനെയറിയും? പീറ്റേഴ്സൺ എന്തു ചെയ്തു? രാവിലെ തൊപ്പിയും താറാവുമായി അയാളിവിടെ എത്തി. താറാവ് ഇന്ന് രാവിലെ വരെ ഇവിടെയിരുന്നു. ഇനിയും വച്ചിരുന്നാൽ ഇറച്ചി തിന്നാൻ കൊള്ളാതാകും. അതുകൊണ്ട് കണ്ടെടുത്തയാൾ തന്നെ അതുകൊണ്ടുപോയി. ക്രിസ്മസ് സദ്യ നഷ്ടമായ ആ മാന്യന്റെ തൊപ്പിയുമായി ഞാനിതാ ഇരിക്കുന്നു. ഇവ നഷ്ടമായ വിവരം അയാൾ പത്രത്തിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഉടമസ്ഥനാരെന്ന് എങ്ങനെയറിയും? നമുക്ക് ഊഹിച്ചു മനസ്സിലാക്കാവുന്നിടത്തോളം മാത്രം. ഈ തൊപ്പിയിൽ നിന്നോ? അതെ. തമാശ കളയൂ. ഈ പഴഞ്ചൻ തൊപ്പിയിൽ നിന്ന് എന്തു മനസ്സിലാക്കാൻ? അദ്ദേഹം തൊപ്പിയെടുത്ത് തന്റെ പ്രത്യേകമായ രീതിയിൽ സൂക്ഷിച്ചു നോക്കി. ഇതിന്റെ ഉടമസ്ഥൻ നല്ല ബുദ്ധിസാമർഥ്യമുള്ളവനാണെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയ്ക്ക് സാമാന്യം നല്ല നിലയിൽ ജീവിച്ചു വന്നതാണെങ്കിലും അടുത്തയിടെ അല്പം വിഷമത്തിലാണ്. മുൻകരുതലുണ്ടായിരുന്നു. ഇപ്പോഴത് കുറഞ്ഞുവരുന്നു. ധാർമ്മികമായ അധപതനവും കാണാനുണ്ട്. ക്ഷയിച്ചുവരുന്ന സമ്പത്തിന്റെ കാര്യം കൂടി ഓർക്കുമ്പോൾ ഏതോ ദുർനടപടിക്ക്, ഒരു പക്ഷേ മദ്യപാനത്തിനാവാം, വശംവദനായെന്നു തോന്നുന്നു. ഇക്കാരണം കൊണ്ട് തന്നെയാണ് ഭാര്യ അയാളെ സ്നേഹിക്കാത്തതും. പൊന്നു ചങ്ങാതി. എങ്കിലും അയാൾ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്റെ തടസ്സവാദം ഗൗനിക്കാതെ ഹോംസ് തുടർന്നു. ഉദാസീനമായ ഒരു ജീവിതമാണയാളുടേത്. പുറത്തു പോകാറില്ല, വ്യായാമം തീരെയില്ല. നരച്ചു തുടങ്ങിയ തലമുടി 2-3 ദിവസത്തിനുള്ളിൽ വെട്ടിച്ചതാണ്. ലൈം ക്രീമാണ് തലയിൽ പുരട്ടാറുള്ളത്. അയാൾക്ക് ഗ്യാസ് കണക്ഷനില്ലെന്നും തോന്നുന്നുണ്ട്. ഹോംസ് തന്റെ നിരീക്ഷണം തുടർന്നു. താങ്കളുടെ ഊഹം ശരിയായിരിക്കാനിടയുണ്ട്. എന്തോ പറയാൻ ഷെർലക് ഹോംസ് വായ തുറക്കുന്നതിനിടയിൽ പീറ്റേഴ്സൺ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഓടിക്കിതച്ചുവന്ന അയാളുടെ മുഖം അത്ഭുതം കൊണ്ട് ചുവന്നിരുന്നു. ആ താറാവ് മിസ്റ്റർ ഹോംസ്, സർ. ആ താറാവ്. എന്തു സംഭവിച്ചു? ഇതാ നോക്കൂ. അതിന്റെ വയറ്റിനുള്ളിൽ നിന്നും എന്റെ ഭാര്യയ്ക്ക് കിട്ടിയതാണ്. പീറ്റേഴ്സന്റെ കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു നീലക്കല്ലുണ്ടായിരുന്നു. ഒരു പേർമണിയിലേറെ വലിപ്പമില്ലെങ്കിലും അതിൽ നിന്നും വൈദ്യുത വിളക്കിൽ നിന്നെന്ന പോലെ ഒളി ചിന്നിയിരുന്നു. ഹോംസ് ഒന്ന് ചൂളമടിച്ച് നിവർന്നിരുന്നു. ദൈവമേ, ഇതെന്താണെന്ന് അറിയാമോ പീറ്റേഴ്സൺ? നിങ്ങൾക്ക് കിട്ടിയതെന്താണെന്നറിയാമോ? ഇതൊരു നിധിയാണ്. മോർഗാർ പ്രഭുയുടെ നീലമാണിക്യമല്ലല്ലോ ഞാൻ വിളിച്ചു ചോദിച്ചു. അതുതന്നെയാണത്. ആകൃതിയും വലിപ്പവും കണ്ടാലെനിക്കറിയാം.
അടുത്ത കാലത്ത് ടൈംസ് പത്രത്തിൽ ദിനം പ്രതി പ്രസിദ്ധപ്പെടുത്തിയിരുന്ന പരസ്യം ഞാൻ വായിക്കാറുണ്ടായിരുന്നു. 1000 പവൻ പ്രതിഫലമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിലയുടെ 20 ആകൂ ആ തുക. 1000 പവനോ? കർത്താവേ, അത്രയുമോ? കോൺസ്റ്റബിൾ ഞങ്ങളുടെ മുഖത്തേക്കിട്ടു നോക്കി. അത് സമ്മാനത്തുകയാണ്. പ്രഭ്വിക്ക് ഇതിനോട് വികാരപരമായ ഒരു ബന്ധം കൂടിയുണ്ടെന്നു ഞാൻ മനസ്സിലാക്കുന്നു. രത്നം തിരിച്ചു കിട്ടുന്നതിനായി തന്റെ സ്വത്തിന്റെ പകുതി വേണമെങ്കിലും കൊടുക്കാൻ അവർ തയ്യാറായിരിക്കും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹോട്ടൽ കോസ്മോപൊളിറ്റനിൽ വച്ചാണ് ഇത് നഷ്ടപ്പെട്ടത്. അങ്ങനെയല്ലേ? ഞാൻ ചോദിച്ചു. അതെ. 5 ദിവസം മുമ്പ് ഡിസംബർ 22 തീയതി ജോൺ ഹോർണർ എന്നു പേരുള്ള ഒരു ഈയപ്പണിക്കാരൻ അവരുടെ ആഭരണപ്പെട്ടിയിൽ നിന്നും അത് കൈക്കലാക്കി എന്നാരോപണം. അയാൾക്കെതിരെ പ്രബലമായ തെളിവുകളുണ്ട്. കേസ് കോടതിയിലാണ്. പത്രങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പത്രങ്ങൾക്കിടയിൽ ചികഞ്ഞു തീയതി നോക്കി. അവസാനം ഒരെണ്ണമെടുത്തു നിവർത്തി താഴെ പറയുന്ന വാർത്ത അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചു. ഹോട്ടൽ കോസ്മോപൊളിറ്റനിൽ ആഭരണമോഷണം. മോർക്കാർ പ്രഭ്വിയുടെ പ്രസിദ്ധമായ നീലമാണിക്യം എന്നറിയപ്പെടുന്ന രത്നം ഇക്കഴിഞ്ഞ 22 തീയതി മോഷണം പോയതു സംബന്ധിച്ച് 26 വയസ്സുള്ള ജോൺ ഹോർണർ എന്ന ഈയപ്പണിക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഹോട്ടൽ പരിചാരകൻ ജെയിംസ് റൈഡറുടെ മൊഴിയനുസരിച്ച് സംഭവം ഇപ്രകാരമാണ്. പ്രഭ്വിയുടെ മുറിയിലെ ഇരുമ്പഴികളിലൊരെണ്ണം ഇളകിക്കിടന്നത് ഉറപ്പിക്കാൻ ഹോർണർ നിയോഗിക്കപ്പെട്ടിരുന്നു. റൈഡറാണ് അയാളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കുറേനേരം റൈഡർ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതോ കാര്യത്തിന് അയാൾ പുറത്തുപോയി മടങ്ങിവന്നപ്പോൾ പണിക്കാരൻ അപ്രത്യക്ഷനായിരുന്നു. അലമാര കുത്തിത്തുറന്നതായും പ്രഭ്വി രത്നം സൂക്ഷിച്ചിരുന്ന ചെറിയ പെട്ടി ഡ്രസ്സിംഗ് ടേബിളിനു പുറത്ത് തുറന്നു കിടന്നതായും കണ്ടു. റൈഡർ ഉടൻ തന്നെ അപകടസൂചന നൽകി. ഹോർണർ അന്നു വൈകുന്നേരം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ രത്നം കണ്ടുകിട്ടിയില്ല. മോഷണവിവരമറിഞ്ഞപ്പോൾ റൈഡർ ഉറക്കെ നിലവിളിച്ചത് കേട്ടതായി പ്രഭ്വിയുടെ തോഴി കാതറിൻ കസാക്ക് മൊഴി നൽകി. അത്രയുമാണ് പോലീസിന്റെ വിവരണം. പേപ്പർ ദൂരെയെറിഞ്ഞ് ചിന്തയിലാണ്ട ഹോംസ് പറഞ്ഞു. കുത്തിത്തുറക്കപ്പെട്ട ആഭരണപ്പെട്ടിയിൽ നിന്നും ടോട്ടൻഹാം കോട്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് റോഡിലെ താറാവിന്റെ ഉദരത്തിൽ കടന്നുകൂടുന്നതുവരെയുള്ള മാണിക്യത്തിന്റെ ഗതി എന്തായിരുന്നുവെന്ന് അറിയുകയാണ്. മാണിക്യം താറാവിൽ നിന്ന് നൊക്ക് കിട്ടി. താറാവ് മിസ്റ്റർ ഹെൻറി ബേക്കറുടേത്. പഴഞ്ചൻ തൊപ്പിയും ഞാൻ നേരത്തെ വിവരിച്ച സ്വഭാവവിശേഷങ്ങളുമുള്ള മാന്യന്റേത്. അതുകൊണ്ട് അയാളെ കണ്ടുപിടിക്കുന്നതിന് നാം കാര്യമായി ശ്രമിക്കണം. ഈ രഹസ്യത്തിൽ അയാൾക്കുള്ള പങ്കെന്തെന്നു മനസ്സിലാക്കണം. അതിന് സായാഹ്നപത്രങ്ങളിൽ ഒരു പരസ്യം കൊടുത്തു നോക്കാം. എന്തു പറഞ്ഞാണ് പരസ്യപ്പെടുത്തുക? ഗുഡ്ജ് തെരുവിന്റെ മൂലയിൽ നിന്ന് ഒരു താറാവും കറുത്ത തൊപ്പിയും കണ്ടു കിട്ടിയിരിക്കുന്നു. മിസ്റ്റർ ഹെൻറി ബേക്കർ ഇന്ന് വൈകുന്നേരം 6:30 221 ബി. ബേക്കർ സ്ട്രീറ്റിൽ വന്നാൽ സാധനങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. കാര്യം വ്യക്തമാവുമല്ലോ? 6. ശരി സർ. ഈ രത്നം? അതു ഞാൻ സൂക്ഷിക്കാം. നന്ദി പീറ്റേഴ്സൺ. പിന്നെ മടങ്ങി വരുമ്പോൾ ഒരു താറാവിനെ കൂടി വാങ്ങിക്കൊണ്ടു പോന്നോളൂ. ഉടമസ്ഥൻ വരുമ്പോൾ കൊടുക്കേണ്ടേ? അയാളുടേത് നിങ്ങളും കുടുംബവും തട്ടിക്കളഞ്ഞല്ലോ. കോൺസ്റ്റബിൾ പോയപ്പോൾ ഹോംസ് രത്നമെടുത്ത് വെളിച്ചത്തിന് നേരെ പിടിച്ചു നോക്കി. എന്തു ഭംഗി! അദ്ദേഹം പറഞ്ഞു. കുറ്റകൃത്യങ്ങളുടെ ബീജവും കേന്ദ്രസ്ഥാനവുമാണിത്. വിലയേറിയ രത്നങ്ങളെല്ലാം അങ്ങനെയാണ്. ഹോർണർ നിരപരാധിയാണെന്നു താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിപ്പോൾ പറയാൻ പ്രയാസമാണ്. എന്നാൽ മറ്റേയാൾക്ക്, ഹെൻറി ബേക്കർക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് കരുതാമോ? ഹെൻറി ബേക്കർ നിരപരാധിയാകാനാണിട എന്ന് തോന്നുന്നു. തന്റെ കയ്യിലിരുന്ന താറാവിന് അത്രയും വലിപ്പമുള്ള സ്വർണ്ണത്താറാവിനേക്കാൾ വിലയുണ്ടെന്ന് അയാളറിഞ്ഞിരിക്കയില്ല. ഒരു രോഗിയെ സന്ദർശിച്ച് ബേക്കർ സ്ട്രീറ്റിൽ വീണ്ടുമെത്തിയപ്പോൾ 6:30 കഴിഞ്ഞിരുന്നു. വീടിനു മുന്നിൽ കഴുത്തറ്റം ബട്ടണിട്ട കോട്ട് ധരിച്ച ഒരാൾ നിൽക്കുന്നത് വെന്റിലേറ്ററിൽ കൂടി ചിതറി വീണിരുന്ന വെളിച്ചത്തിൽ ഞാൻ കണ്ടു. ഞങ്ങൾ രണ്ടുപേരുമൊന്നിച്ച് ഹോംസിന്റെ മുറിയിൽ പ്രവേശിച്ചു. മിസ്റ്റർ ഹെൻറി ബേക്കറല്ലേ? ഹോംസ് കസേരയിൽ നിന്നെഴുന്നേറ്റ് സൗഹൃദപൂർവ്വം സ്വാഗതം ചെയ്തു. മിസ്റ്റർ ബേക്കർ, ഈ കസേരയിൽ നെരിപ്പോടിനരികിൽ ഇരിക്കൂ. ഹാ വാട്സൺ, നിങ്ങൾ യഥാസമയം എത്തിയല്ലോ. മിസ്റ്റർ ബേക്കർ, ഈ തൊപ്പി താങ്കളുടേതാണോ? അതെ സർ. എന്റേതു തന്നെ. സംശയമില്ല. അയാളൊരു വലിയ മനുഷ്യനായിരുന്നു. തടിച്ചുരുണ്ട ചുമലുകൾ, വലിയ തല, വിസ്താരമേറിയ ചൈതന്യവത്തായ മുഖം, നരച്ചു തുടങ്ങിയ ചെമ്പിച്ച താടി. സംഭാഷണരീതിയിൽ നിന്ന് ആളൊരു വിദ്യാസമ്പന്നനാണെന്നും ദൗർഭാഗ്യം കൊണ്ടാണ് ഈ നിലയിലെത്തിയതെന്നും മനസ്സിലാക്കാം. കുറച്ചു ദിവസമായി ഞങ്ങൾ ഇതിവിടെ വച്ചിരിക്കുകയായിരുന്നു.
ഹോംസ് പറഞ്ഞു. പിന്നെ താറാവിന്റെ കാര്യം, ഞങ്ങൾക്കതിനെ തിന്നേണ്ടി വന്നു. അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോയേനെ. പകരം ആ ഷെൽഫിലിരിക്കുന്ന താറാവിനെ എടുത്തോളൂ. ഏതാണ്ട് അതേ തൂക്കമുണ്ട്. പുതിയതുമാണ്, പോരെ? ഓഹോ, മതി. ദീർഘനിശ്വാസത്തോടെ മിസ്റ്റർ ബേക്കർ പറഞ്ഞു. നിങ്ങൾ താറാവിനെ? ഷെർലക് ഹോംസ് എന്നെ നോക്കി കണ്ണിറുക്കി. എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് പറയുമോ? എനിക്കതറിയാൻ താൽപ്പര്യമുണ്ട്. ഇത്രയും നല്ല ഒരെണ്ണം ഞാൻ കണ്ടിട്ടേയില്ല. ഓ, അതെന്തിനാ? എണീറ്റ് താറാവിനെ കയ്യിലൊതുക്കി ബേക്കർ പറഞ്ഞു. മ്യൂസിയത്തിന് സമീപം അൽഫാ ഹോട്ടലിൽ ഞങ്ങൾ കുറെ കോൺസ്റ്റബിൾ പോയപ്പോൾ ഹോംസ് രത്നമെടുത്ത് വെളിച്ചത്തിന് നേരെ പിടിച്ചു നോക്കി. എന്തു ഭംഗി! അദ്ദേഹം പറഞ്ഞു. കുറ്റകൃത്യങ്ങളുടെ ബീജവും കേന്ദ്രസ്ഥാനവുമാണിത്. വിലയേറിയ രത്നങ്ങളെല്ലാം അങ്ങനെയാണ്. ഹോർണർ നിരപരാധിയാണെന്നു താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിപ്പോൾ പറയാൻ പ്രയാസമാണ്. എന്നാൽ മറ്റേയാൾക്ക്, ഹെൻറി ബേക്കർക്ക്, ഇതുമായി ബന്ധമുണ്ടെന്ന് കരുതാമോ? ഹെൻറി ബേക്കർ നിരപരാധിയാകാനാണിട എന്ന് തോന്നുന്നു. തന്റെ കയ്യിലിരുന്ന താറാവിന് അത്രയും വലിപ്പമുള്ള സ്വർണ്ണത്താറാവിനേക്കാൾ വിലയുണ്ടെന്ന് അയാളറിഞ്ഞിരിക്കയില്ല. ഒരു രോഗിയെ സന്ദർശിച്ച് ബേക്കർ സ്ട്രീറ്റിൽ വീണ്ടും എത്തിയപ്പോൾ 6:30 കഴിഞ്ഞിരുന്നു. വീടിനു മുന്നിൽ കഴുത്തറ്റം ബട്ടണിട്ട കോട്ട് ധരിച്ച ഒരാൾ നിൽക്കുന്നത് വെന്റിലേറ്ററിൽ കൂടി ചിതറി വീണിരുന്ന വെളിച്ചത്തിൽ ഞാൻ കണ്ടു. ഞങ്ങൾ രണ്ടുപേരുമൊന്നിച്ച് ഹോംസിന്റെ മുറിയിൽ പ്രവേശിച്ചു. മിസ്റ്റർ ഹെൻറി ബേക്കറല്ലേ? ഹോംസ് കസേരയിൽ നിന്നെഴുന്നേറ്റ് സൗഹൃദപൂർവ്വം സ്വാഗതം ചെയ്തു. മിസ്റ്റർ ബേക്കർ, ഈ കസേരയിൽ നെരിപ്പോടിനരികിൽ ഇരിക്കൂ. ഹാ വാട്സൺ, നിങ്ങൾ യഥാസമയം എത്തിയല്ലോ. മിസ്റ്റർ ബേക്കർ, ഈ തൊപ്പി താങ്കളുടേതാണോ? അതെ സർ. എന്റേതു തന്നെ. സംശയമില്ല. അയാളൊരു വലിയ മനുഷ്യനായിരുന്നു. തടിച്ചുരുണ്ട ചുമലുകൾ, വലിയ തല, വിസ്താരമേറിയ ചൈതന്യവത്തായ മുഖം, നരച്ചു തുടങ്ങിയ ചെമ്പിച്ച താടി. സംഭാഷണരീതിയിൽ നിന്ന് ആളൊരു വിദ്യാസമ്പന്നനാണെന്നും ദൗർഭാഗ്യം കൊണ്ടാണ് ഈ നിലയിലെത്തിയതെന്നും മനസ്സിലാക്കാം. കുറച്ചു ദിവസമായി ഞങ്ങൾ ഇതിവിടെ വച്ചിരിക്കുകയായിരുന്നു, ഹോംസ് പറഞ്ഞു. പിന്നെ താറാവിന്റെ കാര്യം, ഞങ്ങൾക്കതിനെ തിന്നേണ്ടി വന്നു. അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോയേനെ. പകരം ആ ഷെൽഫിലിരിക്കുന്ന താറാവിനെ എടുത്തോളൂ. ഏതാണ്ട് അതേ തൂക്കമുണ്ട്. പുതിയതുമാണ്, പോരെ? ഓഹോ, മതി. ദീർഘനിശ്വാസത്തോടെ മിസ്റ്റർ ബേക്കർ പറഞ്ഞു. നിങ്ങൾ താറാവിനെ? ഷെർലക് ഹോംസ് എന്നെ നോക്കി കണ്ണിറുക്കി. എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് പറയുമോ? എനിക്കതറിയാൻ താൽപ്പര്യമുണ്ട്. ഇത്രയും നല്ല ഒരെണ്ണം ഞാൻ കണ്ടിട്ടേയില്ല. ഓ, അതെന്തിനാ? എണീറ്റ് താറാവിനെ കയ്യിലൊതുക്കി ബേക്കർ പറഞ്ഞു. മ്യൂസിയത്തിന് സമീപം അൽഫാ ഹോട്ടലിൽ ഞങ്ങൾ കുറെ പേർ പതിവായി ചെന്നിരിക്കാറുണ്ട്. ഹോട്ടൽ ഉടമസ്ഥൻ വിൻഗേറ്റ് ഇക്കൊല്ലം ഒരു താറാവ് ക്ലബ്ബ് തുടങ്ങി. ഓരോ ആഴ്ചയും കുറച്ച് പെനി വീതം കൊടുത്താൽ ക്രിസ്മസിന് ഒരു 1-ാം തരം താറാവ് സ്വന്തമാക്കാമെന്നതാണ് പദ്ധതി. ഞാൻ വില മുഴുവൻ അടച്ചു തീർത്തു. ശേഷമെല്ലാം താങ്കൾക്കറിയാമല്ലോ. ഞങ്ങളെ കുനിഞ്ഞു വണങ്ങി അയാൾ പോയി. അയാളുടെ പിന്നാലെ വാതിലടഞ്ഞപ്പോൾ ഹോംസ് പറഞ്ഞു. ഉടൻ പുറപ്പെടണം. അത്താഴം കുറെ വൈകിട്ടാവാം. അങ്ങനെയാവട്ടെ. നമുക്ക്. തണുപ്പുള്ള രാത്രിയായിരുന്നു. ഞങ്ങൾ ഓവർകോട്ട് ധരിച്ചു. കഴുത്തിനു ചുറ്റും ഷാൾ പുതച്ചു. ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സിലൂടെ വിംബോൾ സ്ട്രീറ്റും ഹാർലെ സ്ട്രീറ്റും കടന്ന് ഞങ്ങൾ വേഗം നടന്നു. ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് പിന്നിട്ട് 15 മിനിറ്റ് കൊണ്ട് ബ്ലൂസ്ബെറിയിലെ അൽഫാ ഹോട്ടലിലെത്തി. ഹോൾബോണിലേക്കുള്ള ജംഗ്ഷനിൽ ഒരു മൂലയിലുള്ള ചെറിയ ഹോട്ടലായിരുന്നു അത്. ഹോംസ് വാതിൽ തുറന്നു പ്രൈവറ്റ് ബാറിൽ പ്രവേശിച്ച് 2 ഗ്ലാസ് ബിയർ ആവശ്യപ്പെട്ടു. ചുവന്ന മുഖമുള്ള ഹോട്ടൽ ഉടമസ്ഥനോട് ഹോംസ് പറഞ്ഞു, നിങ്ങളുടെ താറാവിനെപ്പോലെ തന്നെയാണ് ബിയറുമെങ്കിൽ അത്1-ാം തരമായിരിക്കും. എന്റെ താറാവോ? അയാൾ ആശ്ചര്യപ്പെട്ടു. അതെ. അരമണിക്കൂർ മുമ്പ് ഞാൻ അതേപ്പറ്റി നിങ്ങളുടെ താറാവ് ക്ലബ്ബിലെ അംഗമായ മിസ്റ്റർ ഹെൻറി ബേക്കറുമായി സംസാരിക്കുകയായിരുന്നു. ഓ, അതോ? അതു ശരി. പക്ഷേ സർ, അതു ഞങ്ങളുടെ താറാവല്ല. പിന്നെ ആരുടേതാണ്? 6 കവന്റ് ഗാർഡിലെ ഒരു കച്ചവടക്കാരനിൽ നിന്നാണ് 2 ഡസൻ താറാവുകളെ ഞാൻ വാങ്ങിയത്. ഓഹോ, അവിടെയുള്ള ചിലരെ എനിക്കറിയാം. അയാളുടെ പേര് ബൈക്കിൻ റിഡ്ജ് എന്നാണ്. എനിക്കയാളെ പരിചയമില്ല. ശരി, വളരെ നന്ദി. ഗുഡ് നൈറ്റ്. തണുത്ത കാറ്റിൽ പുറത്തിറങ്ങവേ ഹോംസ് പറഞ്ഞു. ഇനി മിസ്റ്റർ ബൈക്കിൻറിഡ്ജിനെ തേടി. ഹോൾബോൺ കടന്ന് എൻഡൻ സ്ട്രീറ്റിലൂടെ കവന്റ് ഗാർഡൻ മാർക്കറ്റിലെ ഒരു വലിയ കടയുടെ മുന്നിൽ ബൈക്കിൻ റിഡ്ജ് എന്ന പേര് കണ്ടു.
കൂർത്ത മുഖവും കൃതാവുമുള്ള ഉടമസ്ഥൻ കട അടയ്ക്കുന്നതിന് ഒരു പയ്യനെ സഹായിക്കുകയായിരുന്നു. ഗുഡ് ഈവനിംഗ്, ഹോംസ് പറഞ്ഞു. നല്ല തണുപ്പുള്ള രാത്രി. കച്ചവടക്കാരൻ തലയാട്ടി. ചോദ്യരൂപേണ ഹോംസിനെ നോക്കി. താറാവെല്ലാം വിറ്റുകഴിഞ്ഞെന്നു തോന്നുന്നു. നാളെ രാവിലെയാകട്ടെ. അതുപോരല്ലോ, അതാ വിളക്കു കാണുന്ന കടയിൽ കണ്ടേക്കും. പക്ഷേ ഇവിടുന്ന് വാങ്ങാൻ ഒരാൾ ശുപാർശ ചെയ്തതാണ്. അതാർ? അൽഫ ഹോട്ടലിന്റെ ഉടമസ്ഥൻ. ഹാ, ഞാനയാൾക്ക് 2 ഡസൻ വിറ്റിട്ടുണ്ട്. ഒന്നാം തരം ഇറച്ചിയായിരുന്നു. അതെവിടെ നിന്ന് കിട്ടിയതാണ്? ആ ചോദ്യം അയാളെ ശുണ്ഠി പിടിപ്പിച്ചു. അയാൾ പറഞ്ഞു, മിസ്റ്റർ, നിങ്ങൾക്കെന്തു വേണം? തുറന്നു പറയണം. തുറന്നു തന്നെയാണ് പറയുന്നത്. അൽഫായിൽ നിങ്ങൾ കൊടുത്ത താറാവ് എവിടെ നിന്ന് വാങ്ങിയെന്നറിഞ്ഞാൽ മതി. അത് പറയാൻ മനസ്സില്ല എന്നാലോ? ഹോംസ് അശ്രദ്ധനായി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പന്തയം പൊളിഞ്ഞു, അത്ര തന്നെ. താറാവിറച്ചിയുടെ കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാമെന്നാരും വിചാരിക്കേണ്ട. ഞാൻ തിന്നത് നാടനാണെന്നുറപ്പുള്ളതുകൊണ്ടാണ് 5 പവൻ പന്തയം വെച്ചത്. എന്നാൽ നിങ്ങളുടെ 5 പവൻ പോയത് തന്നെ. അതു നാടനല്ല, കച്ചവടക്കാരൻ പറഞ്ഞു. നാടൻ തന്നെ അല്ലെന്നു ഞാൻ പറയുന്നു. എനിക്ക് വിശ്വാസമാകുന്നില്ല. കച്ചവടക്കാരൻ ചിരിച്ചു. കുട്ടി, ആ കണക്കു ടുക്കു. ആ പുസ്തകങ്ങളിങ്ങ. പയ്യൻ കാലിക്കോ ബേണ്ടുള്ള തടിച്ച ഒരു പുസ്തകവും ഒരു ചെറിയ ബുക്കും മേശപ്പുറത്ത് വിളക്കിന് താഴെ കൊണ്ടുവച്ചു. മിസ്റ്റർ, ഇതാ നോക്കൂ, കച്ചവടക്കാരൻ പറഞ്ഞു. ഈ ചെറിയ ബുക്ക് കണ്ടോ? 6.20. ഇതു ഞാൻ വാങ്ങുന്നതിന്റെ കണക്കാണ്. ഇതാ നേരെ മറുപുറത്ത് ചുവപ്പ് മഷിയിൽ എഴുതിയിട്ടുള്ളത് കണ്ടോ? സപ്ലൈ ചെയ്തവരുടെ പേരാണ്. വായിക്കൂ. മിസ്സിസ് ഓക്ക്ഷോട്ട്, 117 ബ്രിക്സ്റ്റൺ റോഡ്, 249. ഷെർലക് ഹോംസ് ഇച്ഛാഭംഗം വന്നവനെപ്പോലെ കാണപ്പെട്ടു. നിരാശ കൊണ്ട് സംസാരിക്കാനാവാതെ തിരിഞ്ഞു നടന്നു. കുറച്ചകലെ ഒരു വിളക്ക് തൂണിന് ചുവട്ടിൽ നിന്ന് അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ അടക്കിച്ചിരിച്ചു. ഹോംസിന്റെ പ്രത്യേക രീതിയിലുള്ള ചിരി. വാട്സൺ, നമ്മുടെ ഗവേഷണം അവസാനത്തോടെക്കുന്നു. മിസ്സിസ് ഓബോട്ടിന്റെ അടുത്തേക്കുള്ള യാത്ര ഈ രാത്രി തന്നെ വേണോ നാളെ മതിയോ എന്ന് തീരുമാനിക്കണം.